Hello everyone, welcome to Pebbles. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് സമാസത്തെ കുറിച്ചാണ് പഠിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. രൂപക സമാസത്തിന് യോജിക്കുന്നത് കണ്ടെത്തുക. ഏതാണ് രൂപക സമാസത്തിന് യോജിക്കുന്നത്? എന്താണ് രൂപക സമാസം എന്ന് പറയുന്നത്? വിഗ്രഹിച്ച് എഴുതുന്ന സമയത്ത് ആകുന്ന എന്നുള്ള പദം വരികയാണെങ്കിൽ അതിനെ രൂപക സമാസം എന്ന് പറയും. മാത്രമല്ല ആദ്യത്തെ പദത്തെ വിശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും രണ്ടാമത്തെ പദം വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇനി തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നീലാകാശം, തീവണ്ടി, അടിമലർ, പൊൻതോട. ഇതിൽ ഓരോന്നിനും നമുക്ക് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏത് തൽപുരുഷനാണെന്നുള്ളത് മനസ്സിലാവുകയില്ല. ഏത് രൂപക തൽപുരുഷനാണ്, ഏത് സമാസമാണെന്നുള്ള കാര്യം വ്യക്തമാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നീലാകാശത്തെ ഒന്ന് വിഗ്രഹിച്ച് നോക്കാം. നീലാകാശം എന്ന് പറയുന്നത് നീലയായ ആകാശമാണ്. അപ്പം അതെന്തായിട്ട് വരുന്നില്ല? രൂപക തൽപുരുഷനായിട്ട് വരുന്നില്ല. അടുത്തത് തീവണ്ടിയാണ്. എന്താണ്? തീ കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. അതും രൂപക തൽപുരുഷനിൽ വരുന്നതല്ല. ഇനി അടിമലർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വിഗ്രഹിച്ച് എഴുതുക? അടിയാകുന്ന മലർ. അപ്പോൾ ശരിക്കും ഇതിലെ രൂപക സമാസത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് അടിമലർ എന്നുള്ളതാണ്. നെക്സ്റ്റ് പൊൻതോട. എന്താണ്? പൊന്നിൻ്റെ തോട. അത് രൂപക തൽപുരുഷനിൽ വരുന്നില്ല. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം അടിമലറാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിനെ വിഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഈ ഒരു ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഈ നീലാകാശം, തീവണ്ടി, പൊൻതോട നമുക്ക് ഏകദേശം ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. പൊന്നിൻ്റെ തോടയാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ളതല്ല രൂപക തൽപുരുഷനിൽ വരുന്നതെന്നുള്ള കാര്യം. ഇത് രണ്ടും നമ്മൾ തൽപുരുഷൻ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓരോന്നിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞതാണ്. മധ്യമപദലോപിയുടെ ഉദാഹരണമാണ് തീവണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മറ്റു മൂന്നെണ്ണത്തിനെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണെങ്കിലും ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപമാ തൽപുരുഷന് ഉദാഹരണം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ളതിൽ ഏതാണ് ഉപമാ തൽപുരുഷന് ഉദാഹരണം എന്നുള്ളതാണ്. ഉപമ എന്താണെന്ന് നമുക്കറിയാമല്ലേ? രണ്ടിനെയും സാദൃശ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലെ എന്നുള്ള പദം ഉപയോഗിച്ച് അതിനെ വിഗ്രഹിച്ചെഴുതാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളത് ഇതിൽ ഏതാണെന്ന് നോക്കാം. സുഖദുഃഖം, മുഖകമലം, തളിർമേനി, നീലമേഘം. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഉപമാ തൽപുരുഷൻ്റെ ഉദാഹരണമായിട്ട് എഴുതിയത് തളിർമേനിയാണ്. അപ്പോൾ തളിർമേനി എന്നുള്ളതാണ് ഉപമാ തൽപുരുഷന് ഉദാഹരണമായിട്ട് വരുന്നത്. തളിർ പോലെയുള്ള മേനി. അടുത്ത ക്വസ്റ്റ്യൻ, കൈകാലുകൾ. ഈ ഒരു പദം തന്നിട്ട് ഇത് ഏത് സമാസത്തിലാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ കൈകാലുകൾ ഏത് സമാസത്തിലാണ് ഉൾപ്പെടുന്നത്? ദ്വന്ദ്വ സമാസമാണ്. അത് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇതൊക്കെ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, ഭാഷാസ്നേഹം. ഭാഷാസ്നേഹം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് വിഗ്രഹിച്ച് എഴുതാൻ വേണ്ടി പറ്റുക? ഭാഷയോട് സ്നേഹം. അതായത് തൽപുരുഷനിലാണ് ഇത് വരുന്നത്. തൽപുരുഷൻ. അടുത്തത് ദ്വന്ദ്വ സമാസത്തിനുള്ള ഉദാഹരണം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മരപ്പൊടി, അഞ്ചാറ്, തീവണ്ടി, മധുരമൊഴി. ഇതിലേതാണ്? രണ്ടിനും തുല്യ പ്രാധാന്യമുള്ള, അതായത് ഉത്തരപദത്തിനും പൂർവ്വപദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസത്തെയാണ് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഏത് പദമാണുള്ളത്? അഞ്ചാറ്. 5ഉം 6ഉം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? രണ്ടും ഒരുപോലെയാണ് അല്ലെ? രണ്ടിനും തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പം അത്തരത്തിലുള്ള സമാസത്തെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 5-6 നെക്സ്റ്റ്, കോഴി വളർത്തൽ. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇത് നമ്മൾ മീൻസ് സമാസത്തെ കുറിച്ചുള്ള ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോഴി വളർത്തൽ എന്നുള്ളത് എങ്ങനെ വിഗ്രഹിച്ചെഴുതുക? കോഴിയെ വളർത്തലാണ്. ഇവിടെ പൂർവ്വപദവും ഉത്തരപദവും വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഏത് സമാസമാണ്? തൽപുരുഷനാണ് വരുന്നത്. അടുത്തത് വധൂവരന്മാർ. ഇതോ? വധുവും വരനും. ഇത് രണ്ടാൾക്കും എന്താണ്? തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പൊ തുല്യ പ്രാധാന്യം നൽകുന്ന സമാസത്തെ എന്താന്ന് പറയാൽ? ദ്വന്ദ്വ സമാസമാണ്. അപ്പൊ ഇത് ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്.